നമുക്ക് ഇന്നൊരു കൂട്ടുകറി വെച്ചാലോ? 4 കൂട്ടം ചേർത്തൊരു കൂട്ടുകറി. എന്തൊക്കെയാണെന്നോ? പച്ചയേത്തയ്ക്ക, ചേന, മത്തങ്ങ, കറിക്കടല. എല്ലാം ഞാൻ 250 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ പച്ചയേത്തയ്ക്കയും ചേനയും വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അറ്റം പിളരാതെ മുറിച്ചു വെച്ച 3 പച്ചമുളകും 3 കതിർപ്പ് കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ചേനയും ഏത്തയ്ക്കയും 3/4 വേവ് ആവുമ്പോഴേക്കും മുറിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ചേർക്കാം. ഒപ്പം തന്നെ കുതിർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് വേവിച്ച കറിക്കടലയും ഇട്ട് മൂടി വയ്ക്കാം. എല്ലാം ഒന്ന് വെന്ത് പാകമാകുമ്പോഴേക്കും മറ്റൊരു പാനിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 10 ചുവന്നുള്ളിയും അല്പം കറിവേപ്പിലയും ചേർക്കാം. ഒന്ന് ചൂടാവുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് ചെറുതീയിൽ മൊരിച്ചു മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തു പാകമായോ എന്നൊന്ന് നോക്കിയാലോ? ചാറൽപ്പം വറ്റിയതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പിനായി വേണ്ടത് വലിയ 1 മുറി തേങ്ങയും 10 ചുവന്നുള്ളിയും 2 ടേബിൾ സ്പൂൺ ജീരകവും 2 കതിർപ്പ് കറിവേപ്പിലയുമാണ്. ഇവ തരിതരിപ്പായി അരച്ചത് ചേർക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ നന്നായി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. ആവി വരുമ്പോൾ നമുക്ക് വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും മറ്റും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കഴുകി തോർത്തിയ ഉഴുന്നുപരിപ്പിട്ട് ചുവന്നു വരുമ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന 4 ഉണക്കമുളകും 2 കതിർപ്പ് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ കൂട്ടുകറി തയ്യാറായി. സദ്യയിലെ പ്രധാനി തന്നെയാണ് കൂട്ടുകറി. കായും ചേനയും കടലയും ഒക്കെ ചേരുന്നത് കൊണ്ട് വയറു നിറയുകയും ചെയ്യും. സദ്യയോടൊപ്പം ആവണമെന്നില്ല. കൂട്ടുകറി ഇടയ്ക്കിടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ചിലയിടങ്ങളിൽ കൂട്ടുകറിയിൽ ശർക്കര അല്പം മധുര രുചിക്ക് വേണ്ടി ചേർക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.